ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഒരു മാംഗോ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ മാംഗോ സ്മൂത്തിന്നോ മാംഗോ ലസ്സിന്നോ ഒക്കെ വിളിക്കുന്ന ഈ ഒരു മാംഗോ ഡ്രിങ്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമ്മുടെ ഈ മാംഗോ മാനിയ ക്വിക്ക് ഡ്രിങ്കിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും യോഗട്ടും മാത്രം മതി. ഞാൻ എടുത്തേക്കുന്നത് ഒരു മാങ്ങയാണ്, നല്ല പോലെ പഴുത്ത ഒരു മാങ്ങ. പിന്നെ ഉള്ളത് കണ്ടൻസ്ഡ് മിൽക്ക്. ഒരു മാങ്ങയ്ക്ക് ഒരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് മതി. അതിൽ നമ്മളിന് അഡീഷണൽ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് യോഗട്ടാണ്. യോഗട്ട് ഒരു 300 ഗ്രാം യോഗട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഒരു മാങ്ങയല്ലേ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 300 ഗ്രാം യോഗട്ട് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവനുസരിച്ചിട്ട് ഈ ബാക്കി 2 ഇൻഗ്രീഡിയൻസിൻ്റെയും അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തണം കേട്ടോ. ഒരു മാങ്ങയ്ക്ക് ഈ 300 ഗ്രാം യോഗട്ടും പിന്നെ ഒരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ബ്ലെൻഡറിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കും. അത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ മാംഗോ മാനിയ ക്വിക്ക് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഈ മാംഗോയുടെ കൂട്ടത്തിൽ യോഗട്ടിന് പകരം പാല് വെച്ചിട്ട് ഞാൻ മുൻപ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നേക്കുന്ന കോൺട്രഡിക്ടറി ഫുഡിൻ്റെ ലിസ്റ്റിൽ ഈ മാംഗോയും പാലിൻ്റെയും കൂടെ കോമ്പിനേഷൻ അങ്ങനെ കോൺട്രഡിക്ടറി ഫുഡാണെന്ന് ഉള്ളൊരു ലിസ്റ്റ് വന്നതിന് ശേഷം ഞാൻ ഒട്ടും പാലും മാംഗോയും കൂടെ അങ്ങനെ മിക്സ് ചെയ്യാറില്ല കേട്ടോ. മാംഗോയും യോഗട്ടും കുഴപ്പമില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട്. അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാംഗോയും യോഗട്ടും മാത്രം മിക്സ് ചെയ്താലും മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ മാംഗോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം മാംഗോ വാങ്ങുമ്പോഴത്തേനും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പിന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.